ഹായ്, ഞാൻ മലേഷ്യയിലാണ്. മലേഷ്യയിലെ ലങ്കാവിയിലാണ് ഇപ്പോൾ ഉള്ളത്. 3 ദിവസമായി ലങ്കാവിയിൽ എത്തിയിട്ട്. ഞാനിവിടെ കണ്ടൊരു പ്രത്യേകത, സാധാരണ നമ്മുടെ റോഡിലെല്ലാം പോലീസുകാരെ നമുക്ക് കാണാമല്ലോ. മലേഷ്യയിൽ ഞാൻ മറ്റ് പല സ്ഥലത്തും പോയിട്ടുണ്ട്. 4ാമത്തെ പ്രാവശ്യമാണ് ഞാൻ മലേഷ്യയിൽ എത്തുന്നത്. മലേഷ്യയിലെ ബാക്കിയുള്ള നഗരങ്ങളും നമ്മുടെ ഇന്ത്യയിലെ കൂട്ട് തന്നെ എല്ലാ സ്ഥലത്തും പോലീസുകാരെയൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പക്ഷേ ലങ്കാവിയിൽ ഈ 3 ദിവസവും ഞാൻ കണ്ടില്ല. എന്താണ് അതിൻ്റെ കാരണമെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നത് വളരെ ശാന്തരായ ആൾക്കാരാണ്. മലേഷ്യയിലെ മറ്റ് പ്രവിശ്യേക്കാൾ എനിക്കിഷ്ടപ്പെട്ടത് ലങ്കാവിയാണ്. വളരെ നല്ല അന്തരീക്ഷമാണ് ഇവിടെ. ഇന്ന് ഞാൻ ഈ വീഡിയോ നിങ്ങളോട് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് ഞാനൊരു പ്രത്യേക കാര്യം ചെയ്തു. 2 ദിവസം ലങ്കാവിയിൽ പല സ്ഥലങ്ങളും പോയി കണ്ടു. ഇന്ന് അങ്ങനെ ഉള്ള യാത്രകളൊന്നും തന്നെ ചെയ്തില്ല. ഇന്ന് ഞാൻ ചെയ്ത പ്രവൃത്തി മുഴുവൻ സമയം വീഡിയോ ഷൂട്ട് ചെയ്യുകയായിരുന്നു. ഏതാണ്ട് 10ഓളം വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തു വിവിധ സ്ഥലങ്ങളിലായിട്ട്. ആ പോയ സ്ഥലത്തെല്ലാം ഞാൻ പറഞ്ഞത് ഞാൻ യൂട്യൂബറാണെന്നാണ് പറഞ്ഞത്. ട്രാവൽ വ്ളോഗ് ചെയ്യുന്ന യൂട്യൂബറാണ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തത്. എല്ലായിടത്തും എനിക്ക് നല്ല പ്രതികരണമാണ് കിട്ടിയത്, നല്ല സപ്പോർട്ടാണ് കിട്ടിയത്. യൂട്യൂബേഴ്സിന് പൊതുവേ സമൂഹത്തിൽ ഒരു അംഗീകാരവും സ്നേഹവും ഒക്കെ ഉണ്ട്. പ്രത്യേകിച്ച് നമ്മളൊരു അന്യനാട്ടിൽ നിന്ന് വരികയാണെന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ പരിഗണന കിട്ടുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ ധാരാളം ആൾക്കാർ യൂട്യൂബ് തുടങ്ങണമെന്നൊക്കെ ആഗ്രഹമുള്ളവരുണ്ട്. നിങ്ങൾ യാത്രകൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, ഇഷ്ടപ്പെടാത്തവർ ചെയ്തിട്ട് കാര്യമില്ല, നിങ്ങൾ യാത്രകൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ ഇറങ്ങിക്കൊള്ളുക. സാമ്പത്തികമോ നിങ്ങൾക്ക് ഭാഷ അറിയില്ലെന്നുള്ള പ്രശ്നമോ ഒന്നും വിഷയമല്ല. ലോകം 2 കൈയും നീട്ടി നിങ്ങളെ സ്വീകരിക്കും. വളരെ വ്യത്യസ്തമായൊരു അനുഭവമാണ്. നല്ല ധാരാളം മനുഷ്യരെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം ഞാൻ പറയട്ടെ, ഒരു റോഡിൻ്റെ സൈഡിൽ നിന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇങ്ങനൊരു വീഡിയോ എനിക്ക് കേരളത്തിൽ നിന്ന് ചെയ്യാനുള്ള ധൈര്യം കിട്ടില്ല. കാരണം നമുക്ക് മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്നുള്ളൊരു പ്രശ്നമുണ്ടല്ലോ. നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് ചെയ്യുമ്പോൾ അങ്ങനെ ഉള്ളൊരു പ്രശ്നമുണ്ടല്ലോ. നമ്മൾ മറ്റൊരു നാട്ടിലേക്ക് പോകുമ്പോൾ അങ്ങനെ ഒന്നും ഉള്ളൊരു വിഷയമില്ല. എല്ലാവരും വളരെ നല്ല സഹകരണവും സ്നേഹവും ഒക്കെയാണ് നമുക്ക് നൽകുന്നത്. അപ്പോൾ ട്രാവൽ വ്ളോഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇതൊരു മോട്ടിവേഷൻ ആവട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ വീഡിയോ അത് സമർപ്പിക്കുന്നത്. തീർച്ചയായും നിങ്ങൾ ഇറങ്ങുക. ഞാൻ ഇന്ന് പരീക്ഷ നടത്താനുള്ള കാരണവും അതാണ്. കാരണം ധാരാളം ആൾക്കാർ പല സ്ഥലത്തും പോയി, പ്രത്യേകിച്ചും കുട്ടികൾ, വിദ്യാർത്ഥികളായിട്ടുള്ള ആൾക്കാർ, ചെറുപ്പക്കാരൊക്കെ പോയി അത്തരം വീഡിയോസ് ചെയ്യുന്നുണ്ട്. എന്താണ് അതിന് പിന്നിലുള്ള ചേതോവികാരം, എങ്ങനെ അവർക്കത് സാധിക്കുന്നു എന്നുള്ളത് അറിയാൻ വേണ്ടി ഒരു പരീക്ഷണമായിട്ടാണ് എൻ്റെ ഇന്നത്തെ ദിവസം മാറ്റിവെച്ചത്. ആ അനുഭവം നിങ്ങളോട് ഷെയർ ചെയ്യുന്നു. അപ്പോൾ അത്തരം വീഡിയോകൾ ചെയ്യാൻ മടിച്ചു നിൽക്കുന്ന ആരെങ്കിലും ഉണ്ട്, ആഗ്രഹമുണ്ട് എന്നാൽ മടിയുമുണ്ട്, ആ അവസ്ഥയിൽ നിൽക്കുന്നവരുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇറങ്ങി ചെയ്യുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.